അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് ഒരു ജീവിത കഥയാണ്. ഇതൊരു ജീവിത കഥയായതുകൊണ്ട് തന്നെ ഈ ഒരു കഥ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധമുണ്ടാവാം. മനുഷ്യരുടെ കഥയാണ്. മനുഷ്യരുടെ കഥയായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതവുമായി നല്ല ബന്ധമുണ്ടാവാം. ഈ ഒരു കഥ നിങ്ങളുടെ ജീവിതവുമായി ബന്ധമുണ്ടെങ്കിൽ, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളാനുണ്ടെങ്കിൽ അത് ശ്രവിക്കുക. ഒരുപാട് ജീവിത കഥകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഒക്കെ ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്തകളായിരുന്നു, സങ്കടപ്പെടുത്തുന്ന നിമിഷങ്ങളായിരുന്നു. ഒരുപാട് മരണവാർത്തകളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ മരണം നിശ്ചയിച്ച ഒരാൾ, ആ ഒരു മനുഷ്യന്റെ മരണം ഡോക്ടർ നിശ്ചയിക്കുക. നീ ഇനി കുറച്ച് നാൾ കൂടിയേ ജീവിച്ചിരിക്കുള്ളൂ, ഒന്നെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം. അപ്പോൾ മരണം നിശ്ചയിച്ച ഒരു മനുഷ്യന്റെ, ആ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ അകത്തോട്ടേക്കാണ് നമ്മൾ ഇന്ന് കയറിച്ചെല്ലാൻ പോകുന്നത്. ആ ഒരു കുടുംബത്തിലേക്ക് മരണം നിശ്ചയിച്ച ഒരു മനുഷ്യന്റെ കഥ. പല രോഗികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. മരിക്കുമെന്നുറപ്പുള്ള രോഗവുമായി നടക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെയൊന്നും മനസ്സ് നമുക്കറിയില്ലായിരുന്നു. ചിലപ്പോൾ അവര് സന്തോഷത്തോടെ നടക്കുന്നുണ്ടാകും. ആരുടെ മുന്നിലും അവരുടെ ആ ഒരു ഭയം, മരണത്തോടുള്ള ഭയം കാണിക്കാറില്ല. അപ്പോൾ അവർക്ക് ആ ഭയം ഉണ്ടാകുമോ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ചെറിയൊരു കുടുംബത്തിന്റെ കഥയാണ്. ഉറങ്ങാൻ സമ്മതിക്കാത്ത ഭാര്യയും മകനും. ഒരൊറ്റ മകനേ ഉള്ളൂ ആ കുടുംബത്തിൽ. വാടക വീട്ടിലാണ് താമസം. ഈ ഒരു മനുഷ്യനാണെങ്കിൽ ചുമട്ട് ജോലിയാണ്, നല്ല അധ്വാനമുള്ള ജോലിയാണ്. ചെറിയ കുടുംബമാണെങ്കിലും ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് വലിയ ആർഭാടമുള്ള ജീവിതമായിരുന്നു. ജോലി ചെയ്ത് കിട്ടുന്ന പൈസ മിച്ചം വരാത്ത ജീവിതം. ഒരൊറ്റ മകനേ ഉള്ളൂ, ഭാര്യയും. ചെറുക്കനാണെങ്കിൽ 22 വയസ്സായി, ഒരു ജോലിക്കും പോകുന്നില്ല. അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉമ്മയും. ഈ മനുഷ്യനാണെങ്കിൽ തീരെ വയ്യാതായിരിക്കുന്നു. കുറേ മുന്നേ പല അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു, പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അതിനൊക്കെ ചെറിയ MBBS ഡോക്ടർക്ക് കാണിച്ച് അയാൾ മരുന്ന് കഴിച്ച് ജോലി തുടരും. നല്ലൊരു വിദഗ്ധ ഡോക്ടർക്ക് ഇയാൾ ഇതുവരെ കാണിച്ചിട്ടില്ല. നല്ല അസ്വസ്ഥതയുണ്ട്, ക്ഷീണമുണ്ട്, എന്തൊക്കെയോ രോഗങ്ങൾ അയാൾക്കുണ്ടെന്ന് അയാൾക്ക് തന്നെ അറിയാം. പക്ഷെ അയാൾ ഇതുവരെ നല്ലൊരു ഡോക്ടറെ കാണിച്ചില്ല. തലവേദന വരുമ്പോൾ തലവേദന എന്ന് പറഞ്ഞ് കാണിച്ച് അതിനുള്ള മരുന്ന് കഴിക്കും. കാലുവേദന ഉണ്ടാകുമ്പോൾ കാലുവേദന എന്ന് പറഞ്ഞ് അതിനുള്ള മരുന്ന് കഴിക്കും. എന്ത് അസ്വസ്ഥതയാണോ അതും കാണിച്ച് അയാൾ മരുന്ന് കഴിച്ച് അയാളുടെ ജോലി തുടരും. ആ ചെറുക്കൻ വളർന്നതോടുകൂടി അയാൾ ആ കുടുംബത്തിൽ പരിഹാസ കഥാപാത്രമായി തീരാൻ തുടങ്ങി. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ജോലി ചെയ്തിട്ടും ഭാര്യക്കും ആ മകനും തൃപ്തിയല്ല. അവരുടെ ജീവിതം അങ്ങ് കളറാവുന്നില്ല. അവിടെയാണ് ഇയാൾ പരിഹാസ കഥാപാത്രമായി തീരുന്നത്. പിശുക്കനെന്നും പഴഞ്ചനെന്നും പറഞ്ഞ് എന്നും കളിയാക്കുമായിരുന്നു. അയാൾ കുറച്ചൊക്കെ പിശുക്കനാണ്, പക്ഷെ അയാൾ പിശുക്കിയിരുന്നത് ഇവർക്ക് വേണ്ടിയായിരുന്നു, ഇവരുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയായിരുന്നു. അയാളുടെ ഒരേ ഒരു ലക്ഷ്യം ഇവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ആ ഒരു ലക്ഷ്യം വെച്ചായിരുന്നു ഇയാൾ ഇത്ര നാളും വയ്യാതെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പല അസുഖങ്ങളും ഇയാൾക്ക് ഉണ്ടെന്ന് ഇയാൾക്ക് തന്നെ അറിയാം. ഭാര്യക്കും മക്കൾക്കും അവരാഗ്രഹിച്ച, അവർ സ്വപ്നം കണ്ട ആ ഒരു ജീവിതമല്ല അവർക്ക് ലഭിക്കുന്നതെന്ന് ഇയാൾക്ക് തോന്നാൻ തുടങ്ങി. പക്ഷെ അതൊന്നും ഇയാൾ കൂട്ടാക്കിയില്ല. അവർ നാളെ ഒറ്റപ്പെടരുത്, അവർക്കൊരു വീട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്നായിരുന്നു അയാളുടെ മനസ്സിൽ മുഴുവൻ. അങ്ങനെ അയാൾ വളരെയധികം കഷ്ടപ്പെട്ട് ഇവരുടെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും കേട്ട് കുറച്ച് പൈസ സമ്പാദിച്ച് ഒരു സ്ഥലം വാങ്ങിച്ച് അവിടെ വീട് പണി തുടങ്ങി. അതും ഇതുമൊക്കെ വിറ്റിട്ടായാലും അയാളുടെ വീട് പണി അയാൾ പൂർത്തിയാക്കി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദുനിയാവിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മരണം. ഒരു ദിവസം നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് നമ്മൾ ഇവിടുന്ന് പോകും. അത് നമുക്കൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഇയാളുടെ വീട് പണിയൊക്കെ പൂർത്തിയായി. അതിനോടകം തന്നെ ഇയാൾക്ക് തീരെ വയ്യാതെയുമായി. ഓട്ടവും ചാട്ടവും കൊണ്ട് ആകെ ഒന്നിനും വയ്യാത്ത അവസ്ഥയിലായി ആ മനുഷ്യൻ. കിടന്നിടത്തുനിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയാണ് ഇയാളെയും കൊണ്ട് നല്ലൊരു ഡോക്ടർക്ക് കാണിക്കുന്നത്. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, താമസിച്ചു പോയി ഇവിടെ എത്താൻ. ഇയാൾക്ക് കുറേ മുന്നേ ഇത് പിടിപെട്ടിരുന്നു. നല്ലൊരു ചികിത്സ ലഭിക്കാത്ത കാരണം രോഗം മൂർച്ഛിച്ച് അങ്ങെത്തിപ്പോയി. ക്യാൻസർ, അതന്നെ, ഇയാൾക്ക് പിടിപെട്ടത് ക്യാൻസർ ആയിരുന്നു. അതിൻ്റെ അസ്വസ്ഥതയായിരുന്നു ഇത്ര കാലം അയാളുടെ ശരീരത്തിൽ കാണിച്ചത്. അയാൾ ഇത്ര നാളും നല്ലൊരു ചികിത്സ നടത്തിയില്ല. താൽക്കാലിക ചികിത്സ നേടി അയാളുടെ ജോലിക്ക് പോകും. അങ്ങനെ അയാളുടെ വിധി ആ ഡോക്ടർ നിശ്ചയിക്കുകയാണ്. ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി ജീവിച്ചാൽ ഇത്രയെന്നുണ്ട്, കൂടിയാൽ ഒരു 3 മാസം
അതിനുള്ളിൽ നിങ്ങൾ മരണപ്പെടുമെന്ന്. ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ഡോക്ടർ പറഞ്ഞു. ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള പോരാട്ടമായിരുന്നു പിന്നെ. അയാളുടെ മനസ്സിൽ എന്നിട്ടും എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ വീട്ടിൽ കൂടുക എന്നാണ്. ഈ വയ്യാത്ത സമയത്തും ഈ ചികിത്സിക്കുന്ന സമയത്തും അയാൾ സന്തോഷത്തോടെ അയാളുടെ പുതിയ വീട്ടിലേക്ക് കയറി. പിന്നെ അങ്ങോട്ടുള്ള ജീവിതം ഞാൻ നാളെ മരിക്കുമെന്ന് ഉറപ്പിച്ചായിരുന്നു അയാളുടെ ജീവിതം. ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ആ ചെറുക്കനാണെങ്കിൽ മറ്റൊരു ജോലിക്കും പോകുന്നില്ല. അതൊക്കെയായിരുന്നു അയാളുടെ ഏറ്റവും വലിയ വിഷമം. നാളെ അവർ എങ്ങനെ ജീവിക്കും? ഇത് ചിലപ്പോൾ അവർക്കുള്ള ശിക്ഷയായിരിക്കാം പടച്ചറബിൽ നിന്നുള്ള. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞു നടക്കുന്നവർ ഇതൊക്കെ ഒന്ന് കേൾക്കണം. ക്യാൻസറിന്റെ ചികിത്സ തുടങ്ങിയതോടുകൂടി ഇയാളുടെ കോലവും രൂപവും ഒക്കെ മാറാൻ തുടങ്ങി. നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു. ആകെ മുടിയൊക്കെ പോയി മെലിഞ്ഞുണങ്ങി വല്ലാത്തൊരു കോലത്തിലായി. ഈ രോഗിയായി കിടക്കുന്ന ഈ സമയത്ത് പോലും ഈ ഭാര്യയും മകനും സമാധാനം എന്തെന്ന് ഈ മനുഷ്യന് കൊടുത്തിട്ടില്ല. ഈ മനുഷ്യനാണെങ്കിൽ ആകെ അവശനായിക്കൊണ്ടിരിക്കുകയാണ്. ചിന്താശക്തിയും ഓർമ്മശക്തിയും നഷ്ടപ്പെട്ടു വരികയാണ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇയാളെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഈ ഡോക്ടറോട് ഈ മനുഷ്യൻ പറഞ്ഞിരുന്നു. ഇയാളുടെ എല്ലാ കഥകളും, ഇയാളുടെ ഇപ്പോഴത്തെ എല്ലാ ചികിത്സാ ചിലവും ഇയാളുടെ വീട്ടുകാരാണ് നോക്കുന്നത്. ഇയാളുടെ മരണശേഷമാണ് ഞാൻ ചിന്തിക്കുന്നത്, ആ ജോലിക്ക് പോകാത്ത മകനെയും കൊണ്ട് ഈ ഒരു സ്ത്രീ ഇനി അങ്ങോട്ടെങ്ങനെ ജീവിക്കും? ഇയാളുടെ വീട്ടുകാരോ മറ്റോ നോക്കുമെന്ന് കരുതുന്നുണ്ടാകും. അവർക്കാണെങ്കിൽ അങ്ങനെയുള്ള യാതൊരു ചിന്തയുമില്ല. മരണം അടുത്തുകൊണ്ടിരിക്കെ ഈ മനുഷ്യൻ വല്ലാതെ ബേജാറാവുകയാണ്, വല്ലാതെ അസ്വസ്ഥതയിലാവുകയാണ്. മരണവുമായി ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. നാളെ മരിക്കുമെന്നുള്ള ഒരു ഭയത്തോടെയായിരിക്കും അവരുടെ ജീവിതം. അത് നമുക്ക് ഈ മനുഷ്യനിലൂടെ മനസ്സിലായതാണ്. എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് തുറന്നു പറഞ്ഞിരുന്നു. മരണം നിശ്ചയിച്ചുറപ്പിച്ച ഓരോ മനുഷ്യന്റെയും മനസ്സിലുള്ള ചോദ്യമാണ് ഇയാൾ ഡോക്ടറോട് ചോദിച്ചത്. ഇതൊന്നും ആരും ആരോടും തുറന്നു പറയാറില്ല. ഡോക്ടറോട് ഈ മനുഷ്യൻ പറഞ്ഞതാണ്, എനിക്കിങ്ങനെ മരണം അടുത്തോണ്ടിരിക്കെ വല്ലാതെ അങ്ങ് പേടിയാവുകയാണ്. ഇപ്പോൾ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മരണം എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, അതല്ല ഡോക്ടറെ, നാളെ മരിക്കുമെന്ന് ഉറപ്പിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയാം ഡോക്ടറെ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താണ് നിന്റെ പ്രശ്നം? ഡോക്ടറെ, എനിക്ക് അറിയേണ്ടത് മരണം എന്നുള്ളത് എങ്ങനെയായിരിക്കുമെന്നാണ്. മരിക്കുമ്പോൾ വേദന എങ്ങനെയായിരിക്കുമെന്നാണ്. നമ്മളെ മരണം എങ്ങനെയാണ് പിടികൂടുക എന്നത്. ആ ഒരു ബേജാറിലാണ് ഞാൻ. ഡോക്ടറോട് ചോദിച്ച ആ ഒരു ചോദ്യം വല്ലാത്തൊരു ചോദ്യമായിരുന്നു. ഡോക്ടറുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച ആ ഒരു ചോദ്യത്തിന് ഡോക്ടർ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ തന്നെ നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഇപ്പോൾ ചലനമില്ല, നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയായിരിക്കും നിന്റെ മരണവും സംഭവിക്കുക എന്ന്. ശരീരത്തിലെ ഓരോ അവയവങ്ങളും നീ അറിയാതെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അവസാനം നീ മരണപ്പെടുകയും ചെയ്യും. നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നീ അറിയാതെ നഷ്ടപ്പെട്ടതുപോലെ തന്നെ നിന്റെ മരണവും നീ അറിയാതെ സംഭവിക്കുകയും ചെയ്യും എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞ മറുപടി. ഇന്ന് നാളെ എന്ന് പറഞ്ഞ് മരിക്കാനിരിക്കുന്ന ഒരു മനുഷ്യന് ആശ്വാസവാക്കുകളാൽ ശക്തി പകർന്നു കൊടുത്തതാണ് ഡോക്ടർ. ആ മനുഷ്യന് ആശ്വാസവാക്കായി ഡോക്ടർക്ക് അതുമാത്രമേ പറയാനുണ്ടായിരുന്നു. ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള ഭയമാണ് മരണം എന്തായിരിക്കുമെന്ന്, എങ്ങനെയായിരിക്കും നമ്മുടെയൊക്കെ മരണമെന്ന്, മരണസമയത്ത് എന്തായിരിക്കും നമ്മൾ അനുഭവിക്കുക എന്ന്. ഇതിപ്പോൾ ഈ ഡോക്ടർ ആ മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളാണിത്. മരണത്തിന്റെ ഭയാനക രൂപത്തെ നമുക്കൊക്കെ അറിയാവുന്നതാണ്, നമ്മളൊക്കെ പഠിച്ചതാണ്. അവസാനം ആ മനുഷ്യൻ ചലനമറ്റ ശരീരമായി ഒരു ദിവസം വെന്റിലേറ്ററിൽ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ നല്ലൊരു ദിവസം കലിമ ചൊല്ലിയാണ് ആ മനുഷ്യൻ മരണപ്പെട്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരിക്കുമെന്ന് ഉറപ്പിച്ച ഒരു മനുഷ്യന്റെ മനസ്സിലോട്ടാണ് നമ്മൾ ഇന്ന് കടന്നു ചെന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യന്റെയും മനസ്സിലുള്ള ആ ഒരു ഭയമാണ് മരണം എന്നുള്ളത്. പടച്ചറബ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. പടച്ചറബ് ആ മനുഷ്യന് മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.